കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ ആദ്യം പറയാം. ഫൈനാൻസ് സ്കൂളിൻ്റെ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സമീപിച്ച ക്ലയൻറ്റ്സ് എല്ലാവരും തന്നെ നോയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ സെഷൻ കഴിഞ്ഞതും എല്ലാവർക്കും ടെസ്റ്റിമോണിയൽസും അതുപോലെ തന്നെ ഫുൾ ക്ലാസ്സിൻ്റെ ഡ്രൈവും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴേലും നോക്കാം എന്ന് പറഞ്ഞ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തു. വരുന്ന മാസത്തേക്കാണ്. നമ്മൾ ആദ്യത്തെ സെഷൻ എടുത്ത ഹോം ഫൗണ്ടേഷനിലെ 300ഓളം വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാളെ ഒരു കംപ്ലീറ്റ് വർക്ക്ഷോപ്പാണ് നടത്താൻ പോകുന്നത്. 2 ദിവസമായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. ഒരു ജോലി കിട്ടി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഫൈനാൻസിനെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത് ആ ജോലിയോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ജീവിതവും എങ്ങനെ നേടിയെടുക്കാം. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഓരോരുത്തരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് കൊണ്ട് കൃത്യവും വ്യക്തവുമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് കൊക്കക്കോളയുടെ ഫൈനാൻസ് മാനേജർ ആയിട്ടുള്ള വൈഷ്ണവായിട്ട് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചു. വിവിധ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള HR-മാരുമായിട്ടും സംസാരിച്ചു. പല എംപ്ലോയീസും ജെൻസി കിഡ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത് പറയുന്നത്, അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുകൂടി നമ്മൾ കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. എത്രയൊക്കെ തിരക്കാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും സ്റ്റഡി അബ്രോഡ് സ്കാമേഴ്സിനെ വെറുതെ വിട്ടിട്ടില്ല. അതിന്റെ പുറകെ തന്നെയാണ് ഇപ്പോഴും. കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വൈകാതെ നിങ്ങളുമായിട്ട് പറയുന്നതായിരിക്കും.